തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായതാണ് സാമന്തയും നാഗചൈതന്യയും തമ്മിലുള്ള വിവാഹവും വേർപിരിയലും. ഒരുമിച്ച് സിനിമകൾ ചെയ്യവേ പ്രണയത്തിലായ സാമന്തയും നാഗചൈതന്യയും 2017 വിവാഹിതരാകുന്നത്. വലിയ താരനിര പങ്കെടുത്ത വിവാഹാഘോഷം ടോളിവുഡിൽ ഏറെ ചർച്ചയായി. എന്നാൽ വിവാഹജീവിതം മുന്നോട്ടു പോകവേ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും രണ്ടു വഴിക്ക് പിരിയുകയുമാണുണ്ടായത്. വിവാഹമോചനത്തിന് കാരണം എന്തെന്ന് സാമന്തയോ നാഗചൈതന്യയോ വ്യക്തമാക്കിയിരുന്നില്ല. സാമന്ത കരിയറിലെ തിരക്കിലേക്കു നീങ്ങിയതാണ് നാഗചൈതന്യയെ ചൊടിപ്പിച്ചതെന്ന് അഭ്യൂഹങ്ങൾ വന്നിരുന്നു. ഇപ്പോഴിതാ ഇരുവരും വേർപിരിഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഫിലിം ജേർണലിസ്റ്റ് സുബൈർ. ഡിവോഴ്സിന് കാരണം എന്താണെന്ന് ഇയാൾ വിശദീകരിക്കുന്നുണ്ട്. വിവാഹം ചെയ്യുമ്പോൾ നാഗചൈതന്യ പറഞ്ഞിരുന്നത് സിനിമകൾ കുറച്ച് കുടുംബിനിയാകാനാണ്. കമ്മിറ്റ് ചെയ്ത സിനിമകൾ പൂർത്തിയാക്കി ഫാമിലി ഗേൾ ആയി മാറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സാമന്തയ്ക്ക് അവസരങ്ങൾ നിസ്സരിക്കാൻ ആയില്ല. ഇത് വേർപിരിയലിന് ഒരു കാരണമാണ്. രണ്ടാമതൊരു കാരണം കൂടിയുണ്ടെന്ന് ഇയാൾ വാദിക്കുന്നു. കുടുംബത്തിൽ ഒരു അനന്തരാവകാശി വേണമെന്ന് നാഗചൈതന്യ ആഗ്രഹിച്ചു. കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ടും കുഞ്ഞില്ല. ഇതെല്ലാം കാരണമാണ് ഡിവോഴ്സ് ആയതെന്നും സുബൈർ പറയുന്നു. കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് സാമന്ത വിവാഹിതയായത്. ഒരു നടിയും കരിയറിൻ്റെ പീക്കിൽ വിവാഹം ചെയ്യില്ല. വിജയുടെ കൂടെ ധനുഷിൻ്റെ കൂടെയും അഭിനയിക്കുന്നു. തമിഴിലും തെലുങ്കിലും തിരക്ക്. ഈ സമയത്ത് വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല. എന്നാൽ സാമന്ത ആ തീരുമാനമെടുത്തു. വിവാഹം ചെയ്ത് 4 വർഷത്തിനുള്ളിൽ താരങ്ങൾ വേർപിരിയുകയാണുണ്ടായതെന്ന് സുബൈർ പറയുന്നു. വിവാഹമോചനത്തിന് കാരണം എന്തെന്ന് സംബന്ധിച്ച പല അഭ്യൂഹങ്ങളും നേരത്തെ വന്നതാണ്. ഇവയിൽ ചിലതിനെതിരെ സാമന്ത രംഗത്ത് വന്നിട്ടുമുണ്ട്. ഡിവോഴ്സിന് ശേഷം നടി ശോഭിത ധുലിപാലുമായി അടുപ്പത്തിലായെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുമുണ്ട്.